ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസം, അതിന് പർച്ചേസിങ്, ക്രാഫ്റ്റ് മേടിക്കാൻ പോകുന്ന അതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മുടെ ഗീവ് അവേ പറ്റി ആയിരിക്കും. അപ്പം ഒരുപാട് പേര് നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഗീവ് അവേ ഇല്ലേ, എപ്പോഴാണ് ഗീവ് അവേ ചെയ്യുന്നതെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഗീവ് അവേ ചെയ്യുമെന്ന്. ഓൾറെഡി ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴേക്കും ഒരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു അവസ്ഥ ഇനി നടത്തുന്ന ഗീവ് അവേക്ക് വരരുതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് ഗീവ് അവേ നടത്താമെന്ന്. അതാകുമ്പോൾ ഒരുപാട് പേർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നല്ലൊരാൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് 3 ഗിഫ്റ്റ് വെച്ചിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്, 3 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേര് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തായാലും എന്തെങ്കിലും കൊടുക്കണ്ടേ? കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത് അവരല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗീവ് അവേ കൂടിയാണ്. ഗീവ് അവേ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇടും. അതിൻ്റെ താഴെ എന്തായാലും ഞാൻ ഈ ലോങ് വീഡിയോ മെൻഷൻ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങൾ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവർ കണ്ടോളുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ വേണം നമ്മൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ലോങ് വീഡിയോയിലെ കമൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കാരണം ഷോർട്സിൽ നമ്മൾ കമൻറ്റ് ഇടുമ്പോഴേക്കും ഇപ്പോൾ കുറേ പേര് പിന്നെ ആയിരിക്കും ഗീവ് അവേയുടെ കാര്യമൊക്കെ അറിയുന്നത്. അപ്പം ഷോർട്സിൽ മാത്രം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലോങ് വീഡിയോയിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വിന്നേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ വിന്നേഴ്സിന് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസുകാർക്ക്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് എന്താ കിട്ടേണ്ടതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കമൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ പിക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇടുന്നവർക്ക് നമുക്ക് വിന്നർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം കമൻറ്റ് ഇടുക. കാരണം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അറിയാം നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്നൊക്കെ. എങ്കിലും കുറേ പേരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നില്ലെന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന്. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അപ്പുറം സന്തോഷമായിരുന്നു. നമ്മൾ കാത്തിരുന്ന് കിട്ടിയിട്ടുള്ളൊരു ഇതായിരുന്നല്ലോ. അപ്പം അതിൻ്റെ അപ്പുറം സന്തോഷമായിരുന്നു എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴേക്കും. 500 ആയിട്ട് പെട്ടെന്നായിരുന്നു നമുക്ക് ഒരു 1000ലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു ഗീവ് അവേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായി പോകും. കാരണം അത്രയും സപ്പോർട്ടാണ് നിങ്ങളുടെ എനിക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഗീവ് അവേ മാത്രമുള്ളതെന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇനി ഗീവ് അവേ ഒക്കെ നടത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ ഗീവ് അവയുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് മന്ത് ആയിരിക്കും പറയാൻ പോകുന്നത്. ഒരു നെക്സ്റ്റ് മന്ത് നമുക്കൊരു പകുതി വരെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. കാരണം കുറേ പേരൊക്കെ അറിയുന്നത് പിന്നീടായിരിക്കും ഗീവ് അവേ ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിലൊക്കെ ഗീവ് അവേ നടത്തി കഴിഞ്ഞാൽ കുറേ പേർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമുക്ക് അത്യാവശ്യം നല്ല കമൻറ്റ് ഉണ്ടായിരിക്കണം. ഈ ലോങ് വീഡിയോയിൽ അത്യാവശ്യം നല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കുറച്ച് പേരുന്ന ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നമുക്കൊരു യാതൊരു അർത്ഥവും ഇല്ലാണ്ടായി പോകും. അപ്പം ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് തന്നെ എത്ര വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അതനുസരിച്ച് ചാൻസ് കൂടത്തേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഷോർട്സ് ഒക്കെ ഇടുന്നതായിരിക്കും. അതിലെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ ചെറിയ ചെറിയ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ നടത്തും. നിങ്ങൾക്ക് ഇനി എങ്ങനത്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലോ അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പം അതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയുക. കുറേ പേര് അഭിപ്രായം പറയാറുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ നാൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കുറേ നാളായി. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഒരു 5:30 ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ എന്നും ഡെയിലി ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൽ കൂടുതൽ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പം ഡെയിലി ഒരു 2-3 വീഡിയോസൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യാം. ഞാനപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകത്തില്ലല്ലോ നോത്തിട്ടാണ് ഇത്രയും നാൾ ഇടാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
പിന്നെ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടുവിട്ടാൽ മാത്രം പോരാ, നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് അയച്ചു തരാം. നിങ്ങൾ ഉണ്ടാക്കിയത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയച്ചു തരാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിലും കാണിക്കാമല്ലോ. നല്ലതാണെങ്കിൽ നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ ഒരു ദിവസം വീക്കിലി വൺസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വീഡിയോയിലൊക്കെ കാണിക്കാം. പിന്നെ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചേക്കണം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വഴിക്ക് അങ്ങ് പോകരുത്. നമ്മൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. റിസൾട്ട് വരുന്ന ടൈമിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ചേച്ചി എനിക്കാണ് കിട്ടിയേക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പേരിട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോയിൽ എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇടാം. അപ്പം മറക്കാതെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി.